ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നും നമ്മൾ PVC പൈപ്പും ചെടിച്ചട്ടിയും വെച്ചിട്ടാട്ടോ ഇന്നത്തെ പരിപാടി നമ്മളത്. അപ്പോൾ നമ്മൾ PVC പൈപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിന് കേട്ടോ, ഹോൾസൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിന്. പിന്നെ നമുക്ക് ഇന്ന് നടാൻ വിചാരിക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ മണി പ്ലാന്റ് ചെടിയാട്ടോ, ഒരു വെറൈറ്റി രീതിയിലൊരു മണി പ്ലാന്റ് ചെടി. അപ്പോൾ ചെറിയ തൈയുണ്ട് നമ്മളെ കയ്യിൽ, വലിയ തൈയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം ചെടി കേട്ടോ, ചെടി നടൽ. ഇപ്പം ഞാൻ ഇതുപോലെ നടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെനിക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതുപോലെ നട്ട് വെച്ചിന് 2-3 സൈസ് ചെടികളുണ്ട് കേട്ടോ. ഒന്നിപ്പം നമ്മൾ നട്ടിട്ട് ഒരു 10-15 ദിവസത്തോളമായി, അത് നല്ല ഉഷാറിൽ തന്നെ ഉണ്ടായി വന്നേ. അപ്പം രണ്ടാമത് വേറെയും നമ്മളിങ്ങനെ നട്ടിന്. അപ്പോൾ ഇന്നും എനിക്കിതുപോലെ തന്നെ ഒന്ന് നടാൻ തോന്നി. അതെന്താ വെച്ചാൽ ഇങ്ങനെ നടുമ്പോൾ നമുക്കൊരു നല്ല ഒരു ഭംഗി തോന്നാം. ചെടിച്ചട്ടിയിൽ മാത്രമല്ലാതെ PVC പൈപ്പ് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് നടുമ്പോൾ അത് തിങ്ങി നിറയെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഭംഗിയിട്ട് അത്യാവശ്യം നല്ലൊരു ഉയർച്ചയെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, ഒരു തിക്നെസ്സായിട്ട് ചെടികൾ ഇങ്ങനെ ഉണ്ടായിരുമ്പോൾ നല്ലൊരു ഭംഗിയിട്ട് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നടുന്നത്. പിന്നെ നമ്മളെ ചെറിയ മണി പ്ലാന്റ് ചെടികളില്ലേ, അത് ഈ ഹോൾസിലേക്ക് ഞാൻ ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ PVC പൈപ്പിലേക്കും കുറച്ച് മണ്ണൊക്കെ ഒന്ന് മണ്ണ് ഇട്ട് വെച്ചിനി ഫസ്റ്റ് ടൈമിൽ. പിന്നെ അതിലേക്ക് ഞാനിതാ ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഈ ഹോൾസിലേക്ക് നമ്മളെ മണി പ്ലാന്റ് ചെടികൾ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെയും നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒന്നുകൂടി മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലേക്കും പകുതി മണ്ണാക്കിയിട്ടേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് നല്ലോണം ഉറപ്പിച്ച് വെക്കണം. ഫസ്റ്റ് ചെടി നട്ടിട്ട് ബാക്കി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട് മഴയ്ക്ക്. വലിയ മഴയൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിന് ഉള്ളൊരു മഴയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ ചെടികൾ PVC പൈപ്പിലേക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടോ. പിന്നെ നമ്മളെ ചെറിയ തൈകളൊക്കെ ഒന്ന് കഴിഞ്ഞ്, അപ്പോൾ നമുക്കുള്ള വലുതായാലും മടിയില്ല, വലുതതും ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടോ. ഇനി നമുക്കിതിലേക്ക് മണ്ണ് കുറച്ചുകൂടി ഒന്ന് നിറക്കാണ്ട് നല്ലൊരു ഭംഗിയുണ്ട് ഇത്. ഇനി ഇത് ഉണ്ടായി വരുമ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ വള്ളിയായിട്ടാണോ എങ്ങനെയാണെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടായതിനനുസരിച്ച് നമുക്ക് അപ്പോൾ ഒരു ഐഡിയ അങ്ങോട്ട് കിട്ടും ഇതെങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഞാൻ PVC പൈപ്പിൽ ഇതുപോലെ കുറച്ചുകൂടി മണ്ണ് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. മണ്ണിട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് അതിലേക്ക് പിന്നെയും മണ്ണ് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടും കേട്ടോ. ഞാൻ അതുപോലെ ഇങ്ങോട്ട് ചട്ടകത്തിനോട് ഇങ്ങോട്ട് മണ്ണ് കോരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ നല്ലോണം 2-3 കൊട്ട കുത്തി കൊടുത്തു കേട്ടോ. അത് മണ്ണ് നല്ലോണം അതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലായിടത്തും അതിൻ്റെ നമ്മൾ നട്ട ചെടീൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങോട്ട് എത്തണമല്ലോ, ആ വേരിലേക്കൊക്കെ ഒന്ന്. അപ്പോൾ അതാ ഇങ്ങനെ നട്ട് വെച്ചിന്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കും ഒരു ചെടിയുടെ അങ്ങോട്ട് നടണം. ഞാൻ പിന്നെ ചട്ടിയിലേക്ക് ഞാൻ ഫുള്ള് നിറയെ മണ്ണ് നിറച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മണ്ണുകൂടി ചട്ടിയിലേക്ക് വെച്ച് അന്ന് ഉറപ്പിച്ച് ഇങ്ങോട്ട് കൊടുത്തിട്ടോ. ഇതുപോലെ നട്ടപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നമ്മളെ കയ്യിലൊക്കെ PVC പൈപ്പൊക്കെ നമ്മൾ ഓരോ ആവശ്യത്തിന് വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ചെറിയ ചെറിയ പീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയതുണ്ടാവും. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലൊക്കെ നട്ട് നോക്കുക. ഇത് വെറുതെ നമുക്ക് മുറ്റമൊക്കെ സൗകര്യമുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, മുറ്റത്ത് തന്നെ നമുക്കൊരു കുഴി കുത്തിയിട്ട് PVC പൈപ്പ് നട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ചെടിയൊക്കെ നട്ടാൽ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളെ മുറ്റത്തിന് അതിനത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെടിച്ചട്ടിയിലും കുപ്പിയിലും ഇതിലൊക്കെ വെച്ച് നടുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നുകൂടി അങ്ങോട്ട് നട്ട് കൊടുക്കുക കേട്ടോ. അല്ലേ ഇതുപോലെ. അപ്പോൾ ഇത് വലിയൊരു തൈ കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ചെറിയ തൈകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ വലിയ തൈയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടോ. അതല്ലേ നല്ലൊരു ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PVC പൈപ്പിൽ ചെടികൾ ഇങ്ങനെ നടുന്നത് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നില്ലേ. ചട്ടിയിലാകുമ്പോൾ ഇത്ര ഇങ്ങോട്ട് ഹൈറ്റിൽ ഇങ്ങോട്ട് കിട്ടൂല. PVC പൈപ്പ് ആകുമ്പോൾ ഒന്നുകൂടി വെക്കുമ്പോൾ ഒന്നുകൂടി ഹൈറ്റ് കിട്ടും ചെയ്യും, നല്ല തിക്നെസ് ആയിട്ടുണ്ടാവും ചെയ്യും കേട്ടോ. ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടേ, നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കട്ടോ. അപ്പം നമ്മൾ നട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിന്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ഥാനത്തേക്കായിട്ട് കൊണ്ടുപോയി വെക്കും വേണം കേട്ടോ. ഓരോന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഇത് വെക്കുന്നത് വേറെ സ്ഥലത്തേക്കായിരിക്കും. പിന്നെ ഞാൻ അവിടുന്ന് അത്യാവശ്യം പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ സിറ്റ് ഔട്ടിലേക്കോ വേറെ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഭാഗത്തൊക്കെ മാറ്റി വെക്കും കേട്ടോ. ഇതൊക്കെ എവിടെയും വെച്ചാൽ നല്ല ഉഷാറായിട്ടുണ്ടാവും ചെയ്യേ. അപ്പോൾ കണ്ടില്ലേ, അതിങ്ങോട്ട് കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടേ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾ കാണുക. പിന്നെ ഇപ്പോൾ നിങ്ങളെ കമൻറ്റ് അറിയിക്കുകയൊക്കെ ചെയ്യുക.
അപ്പോൾ നമ്മൾ ഈ ചെടി ഇങ്ങനെ നട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഇപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടേക്കാട്ടോ വെക്കുന്നത്. ഇനി ഇവിടുന്ന് ഞാൻ മാറ്റും. ഇപ്പം ഫസ്റ്റ് തന്നെ നട്ട് വെച്ചാലൊക്കെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തും ഒക്കെ അതിനായിട്ട് വേറെ സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ട് അവിടെ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ അത് 2 ദിവസം മുന്നേ നട്ടതാട്ടോ. ഇതുപോലെ തന്നെ PVC പൈപ്പിൽ ഇതിൽ 3 ഐറ്റംസ് ചെടികളാട്ടോ ഇതിലേക്ക് ഞാൻ നട്ട് പിടിപ്പിച്ചത്. അതും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. നടുവിൽ പത്തണിമുല്ല ചെടിയും മുകളിൽ ഹാങ്ങിങ് ചെടിയും താഴെ വേറൊരു വെറൈറ്റി ചെടി കേട്ടോ ഞാൻ നട്ടത്. അപ്പം എനിക്കിങ്ങനെ എന്തൊക്കെയാണോ നടാൻ തോന്നുന്നത് അന്നേരം ഇങ്ങനെ മനസ്സിൽ വരുന്നതൊക്കെ ആയിട്ട് നട്ട് നോക്കും. അപ്പം നമ്മളെ വീട് മുറ്റും ഒരു ഭംഗി കൂടാൻ ഈ ചെടിക്കൊക്കെ നല്ലൊരു ഭംഗിയാണല്ലോ. കുറേ നേരം ഇതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നോക്കി നിൽക്കുക, അതുപോലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഒരു ചെടി നട്ട് നോക്കി ഒരു പച്ചക്കറി നട്ട് നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ. എൻ്റെ ഒരു വീക്ക്നെസ്സാണത്. എന്തെങ്കിലും ഒന്ന് നട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു പൂ വന്നാലും ഇങ്ങനെ ചുറ്റുഭാഗം ഇങ്ങനെ നോക്കി നടക്കും. ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്കത്. എന്താണെന്ന് അറിയില്ല. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവാൻ മതിയിട്ട് സാധ്യത ഉണ്ട്. നമ്മൾ നട്ടിട്ടായിട്ട് പോവുമല്ല, നട്ടാലും ആയിട്ടുള്ളൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി എന്താണ് ആയിട്ടുള്ള പോരായികളുള്ളത് എന്നൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റും. പൂച്ചനെ കടത്തണ മാതിരി ഇന്ന് ഇവിടെ വെച്ച ചെടി നാളെ ഇവിടെ ഉണ്ടാവില്ല, വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെ ഇന്ന് നട്ട് പിടിപ്പിച്ച ചെടിയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.